കുട്ടാപ്പി ചിക്കൻ കഴിക്കാൻ വൈകുന്നേരത്തേക്ക് ഇപ്പൊ നോമ്പ് തുറക്കുമ്പോ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഫ്രീസറിന്. അപ്പൊ ഇവര് കിടന്ന് ഒരേ ബഹള വെള്ളത്തിൽ നമ്മൾ ചിക്കൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങും ഇവിടെ ചോദിക്കാൻ. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കറി വെക്കാൻ ഉണ്ടാവും ഇത് കണ്ടാ കൊതിയന്മാര് നമ്മുടെ എല്ലാ പൂച്ച അപ്പുറത്തുണ്ട് സിംബ, നമ്മുടെ ചെവിയാക്കാത്ത ആളെ സിംബ അപ്പുറത്തുണ്ട്. ആരാ കൈ മിന്നോ കൊതി ഇങ്ങനെ കാണിക്കില്ലേ പോലെ. എന്റെ സിംബ എവിടെ? എന്റെ ചോദിച്ചു കൊടുക്കുമ്പോ നോക്ക് മക്കളൊക്കെ അവിടെ. എന്റെ കുഞ്ഞ് അയച്ചുമ്പയ്ക്കൊക്കെ തരാട്ട് പൊന്നെ. എന്റെ സിംബ എവിടെ? സിംബന്റെ മുഖം ഒന്ന് കാണിച്ചിട്ടേ സിംബ പിടിക്കുന്നു നോക്കിക്കോ. തട്ടി പിടിക്കണോ കുഞ്ഞു പിടിക്കോടി കുഞ്ഞു പിടിക്കും. സിംബ കൊടുക്ക എന്റെ കുട്ടി പിന്നെ സിംബ എന്റെ സിംബ പിന്നെ കടിച്ച് പറിക്കൊന്നുമില്ല, സമാധാനത്ത് വരും. ഇതിവിടെ നോക്ക്, ഇവന് എത്ര കഴിച്ചാലും മതിയാവില്ല. കുംഭകർണന കുംഭകർണൻ ഇക്ക പച്ചറച്ചി ഒരുപാട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കല്ലേ. അതുമല്ല കറിക്ക് ഉണ്ടാവില്ല, മതി ഞാൻ കറി വെച്ചിട്ട് കൊടുക്കേ. ഓരോ കുട്ടി കൊടുക്ക് എന്റെ ഓരോ. അത് നോക്ക് സെക്കൻഡ് കൊണ്ട് തിന്നുകഴിഞ്ഞിട്ട് നോക്ക് നിക്കണ്. ചെവിയൊക്കെ ചെവി കേക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ മണം പിടിച്ച് കറക്റ്റ് എത്തും ആള്. ജന്മന അവന് എന്റെ ഓറിക്കും എന്റെ ഓറി അല്ല അല്ല അത് പണി കാണിച്ചു തരാം. ഒരു കഷ്ണം അമ്മിനൂന് കാണിക്ക്. മിന്നുനെ കാരണം ഓറിക്ക് തിന്നാൻ കിട്ടില്ല. അപ്പൊ ഞാൻ കാണിക്കുന്ന ഐഡിയ ആണ്. ഇപ്പുറത്ത് അവന് മിന്നുന് കൊടുക്കുമ്പോൾ സെക്കൻഡ് കൊണ്ട് ഇറക്കി വിടും, എന്നിട്ട് ഓറിക്ക് കൊടുക്കുന്ന എന്റെ കുട്ടാപ്പിക്ക് കൊടുക്കുന്നു. കറക്റ്റ് പിടിക്കും. കണ്ട ഓറിയൊക്കെ പതുക്കെ കഴിക്കണം. മിന്നു പെട്ടെന്ന് എന്റെ കുട്ടാപ്പിക്ക് എന്റെ കുട്ടാപ്പി കറി വെക്കണില്ല കേട്ടോ. ഞാനിത് അവിടെ പിടിച്ചു കള്ളക്കുട്ട ഡാ എന്റെ ഒതുക്കി നോക്കണേ. എപ്പോഴും ഞാനാ കൊടുക്കണ ഇക്ക കട്ട് ചെയ്ത് കൊടുക്കണേ. എന്റെ ചിമ്പോ തല്ലൂടരുത് ഇക്ക. ഇങ്ങനെ പച്ചറച്ചി ഒരുപാട് കൊടുക്കില്ല, അവര് കഴിച്ചോണ്ടേയിരിക്കും. പിന്നെ പച്ചറച്ചി കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ കൊടുക്കുമ്പോ ശ്രദ്ധിക്കുമല്ല കേട്ടോ. പുഴിഞ്ഞിട്ടാണ് എപ്പോഴും കൊടുക്കാറ്. ഇത് നോക്ക് ഇറക്കി ഇറക്കി വിടുക, എന്നിട്ട് നോക്ക് നോക്കി നോക്കിക്കാനെ മൂത്ത് നോക്ക് നോക്ക്. ഇതാ മിനിമ ഇത് ശിമ്പിടോ അവിടെ ശിമ്പിട് കൂട്ടൻ എവിടെ ശിമ്പിട് കൂട്ടൻ. എന്റെ സിംബു ഇടയ്ക്ക് ഇറങ്ങി പുറത്ത് ഓടിപ്പോവും. പിടിച്ചോണ്ട് വരുന്ന പാടെ എനിക്കറിയുള്ളൂ. ഇവനിങ്ങനെ കറങ്ങാൻ നോക്കി കൂടുതലാണ്. എന്നാണ് ഒരു വീഡിയോയിൽ കണ്ടില്ലേ, പുറത്ത് മറ്റേ റാക്ക് എന്നല്ലേ പറയുക, അതിന് മേലെ എന്തോന്ന് സ്ലാബ്, അതിന്റെ മുകളിൽ നിന്നാണ് ഇക്ക രാത്രി പോയി പിടിച്ചിറക്കി കൊണ്ടുവന്നത്. പുറത്തിറങ്ങിപ്പോയി അവൻ തന്നെ കയറി വരില്ല, നമ്മളെ പോയി തിരഞ്ഞ് നടന്ന് വിളിച്ചുകൊണ്ട് വരണം. പിന്നെ നോക്കി അടിക്കണ്ട എന്ത് കുളിപ്പിച്ചാലും കൈൻ്റെ അടിയിലുള്ള അഴുക്ക് പോലെ ഇവരിങ്ങനെ അഴുക്കിലും ഇതിലൊക്കെ ഇറങ്ങി നടക്കും. സാധനം കഴിഞ്ഞു. അതെ നമുക്ക് 1.5 കോഴിന്റെ ചിക്കനാണ് വേണ്ട, പകുതി മുക്കാൽ ഇങ്ങനെ കൊടുത്തേക്ക. എന്താ ചെയ്യ നിങ്ങളുണ്ടല്ലോ കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവര് കഴിച്ചോ. പച്ച കൊടുക്കണ്ട, നോക്ക് സിംബ കൊടുക്ക. എന്റെ കുഞ്ഞിന് കൊടുക്കണ്ട. കൊതിയ കുഞ്ഞുമണി. എന്റെ കുഞ്ഞിനെ ഈ കുഞ്ഞുമണി ഉണ്ടല്ലോ, ആ കുഞ്ഞുമണി നമ്മുടെ ബ്ലാക്കിന്റെ പേരന്നെയാണ് അവനക്ക്. അവന്റെ പേരന്നെയാണ് അവൻ ഇട്ടത് ചെറുതിന്. അവനെനിക്ക് റോട്ടിൽ നിന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് തന്നതാ. മരിക്കാനായ ലെവലിൽ കിട്ടിയതാണ് കേട്ടോ. കണ്ണിലൊക്കെ പുഴുവൊക്കെ അരിച്ച് നേത്തൊക്കെ ഇതായി ചെറിയ ജീവനെ ഉണ്ടായിരുന്നുള്ളൂ. അതിന്ന് അവൻ ഇത്ര വലുതായില്ലേ. ഇക്ക മാന്ത് കിട്ടൂട്ടാ. സിംബ മാന്തില്ല, മറ്റോ പെട്ടെന്ന് അവന് ചെവി കേൾക്കില്ലല്ലോ, അതുകൊണ്ട് അവന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടിപ്പറക്കുക ചെയ്ത് നോക്ക. ചൊപ്പൂ ഇവിടുത്തെ അങ്കേ ഇക്ക എന്താണ് മതി. മിന്നു നോക്ക്, മിന്നിന്റെ വാല് നോക്കിക്ക. ഒരുമ നമ്മുടെ പൊന്നുവാടി, നമ്മുടെ സ്വത്തുവാടി, അവിടെ സ്വത്തിന് മിന്നിട്ട് ഇടണില്ലടി, വേഗം വേഗം കച്ചിനോട്ടാ. ഇത് നോക്ക്, അങ്ങേക്ക് പിന്നെ എളുപ്പം കൂടുതലാ. മിന്നെ ഇത് നോക്ക് എന്റെ കുട്ടി കഴിക്കണ ഇക്ക കുട്ടാപ്പിക്ക് കൊടുക്കുമ്പോ എന്റെ കുട്ടിക്ക് കിട്ടില്ല. അപ്പൊ മിന്നിടാക്കും. മിനിമ നീ ഒരുപാട് ചിക്കൻ കഴിക്കുന്നുണ്ട്, ചൂട് സമയാണ്. പച്ചരച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല.
കുറച്ചൊക്കെ കൊടുക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ പുഴുങ്ങിട്ട് ചിക്കൻ കാലുണ്ട്, കോഴിക്കാൽ. അവിടെ നോക്ക ഇക്ക. അല്ല ചുണ്ടിന് വാവേ പിടിച്ചോ എന്നാ ഇക്കാക്ക് ഇങ്ങനെ കൊടുക്കണമെന്ത് ഇഷ്ടമാണ് അറിയോ. ഇവര് ഇങ്ങനെ വാങ്ങി കഴിക്കുന്ന നല്ല രസമല്ല. നമ്മുടെ ഷെഡ് കണ്ടോ, വലിയ ഷെഡാണ് ബാക്കിൽ കണ്ടോ. ഒരു 4 ആനകൾക്ക് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റും, അത്രക്കും വലിയ ഷെഡ്. എന്റെ ശിംബം നമ്മുടെ ശിംബക്കുഞ്ഞൻ വന്നു. ശിംബക്കുഞ്ഞൻ പാവാണ് എന്റെ ശിംബ. പക്ഷെ എന്താണ് ഇങ്ങനെ കറങ്ങാൻ നടക്കുന്നത്. അത് നായി കടിച്ചാലുണ്ടെങ്കിൽ അതൊരു പേടിയാ. ശിംബന് ചിക്കൻ കഴിച്ചാനാ കുഞ്ഞാണി ഇത് പൊന്നെ. നീ പാപ്പയെ നോക്കുന്നടാ.